ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ED റെയ്ഡും പിണറായി വിജയൻ എന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടു കാണും. പുള്ളിയുടെ വാടക വീട്ടിലേക്ക് ED കയറി വരുന്നു. സത്യം പറഞ്ഞാൽ അത് വന്നത് പുള്ളിയുടെ മകളെ അന്വേഷിച്ച പുള്ളിയുടെ മകളാണ് ഈ കേസിലെ പ്രതി. പുള്ളിക്കാരൻ ഇതിലൊരു പങ്കും ഇല്ലയെന്ന് ഈ ഭരിക്കുന്ന കാലത്ത് തന്നെ പിണറായി വിജയൻ പറഞ്ഞ. എന്നിട്ടും പുള്ളിക്കാരന് എന്തോ 8 മണിക്കൂറാവും വീട്ടു തടങ്കലി വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പുള്ളിക്കാരൻ അങ്ങ് വീട്ടിൽ ഇരുന്നങ്ങ് ഈ ബുദ്ധിമുട്ടിയല്ലോ ഒത്തിരി. പിന്നെ അത് കഴിഞ്ഞ് പിണറായി വിജയനെ പറ്റി അറിയാമല്ലോ, കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന സംഘത്തിൻ്റെ തലവനാണ് പുള്ളി. എവിടെ പോയാലും അറിഞ്ഞും പറഞ്ഞും പുള്ളി അങ്ങ് രക്ഷാപ്രവർത്തനം ചെയ്യുക ആളുകളെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിൽ പാവം ഈ പുള്ളിയുടെ വീട്ടിൽ റെയ്ഡിന് വന്ന EDയും പിന്നെ ആ ഒരു ടാക്സിക്കാരൻ്റെ വണ്ടിയെല്ലാം അടിച്ചു തകർത്ത് പുള്ളി ഭയങ്കര രക്ഷാപ്രവർത്തനമാണ് പണ്ട് തൊട്ടേ ചെയ്യുന്നത്. പണ്ട് ഭരിക്കുമ്പോഴും ചെയ്യുന്നു, ഇപ്പം ഭരണത്തിൽ ഇല്ലാത്തപ്പോഴും പുള്ളിക്ക് ഭയങ്കര രക്ഷാപ്രവർത്തനം. പിന്നെ പുള്ളിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന കുറേ പുള്ളിയുടെ ഗുണ്ടകളുണ്ട്, തെരുവ് ഗുണ്ടകൾ. SFIയും DYFIയും ഒക്കെ തെരുവ് ഗുണ്ടകളുണ്ട്. അവരോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഗോഞ്ഞാട്ടയാക്കില്ല. അങ്ങേര് കുറച്ച് കാലം കൂടെ ഒക്കെ ഉള്ളു, അങ്ങേര് അത് കഴിയുമ്പോൾ അങ്ങേരുടെ കാലം കഴിഞ്ഞു പോകും. പിന്നെ നിങ്ങളാണ് ജയിലും കേസും പ്രശ്നമൊക്കെ ആയിട്ട് അനുഭവിക്കാൻ പോകുന്നത്. ഭാവിയിലൊന്ന് പുറത്തു പോകാൻ ഒരു പാസ്പോർട്ട് പോലും കിട്ടത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. പുള്ളിയുടെ തെരുവുകൊണ്ടയാൾ ആവല്ല SFI. രാഷ്ട്രീയമൊക്കെ വേണം, അതൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടാവട്ടെ. അല്ലാതെ അങ്ങേർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങേര് പോലും തിരിഞ്ഞു നോക്കത്തില്ല. പാർട്ടിയിൽ നിന്ന് 6 മാസം മുമ്പേ ഞങ്ങൾ ഇവനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് ഇവരൊരു ലെറ്റർ എഴുതി അങ്ങ് വിടും. പിന്നെ നിങ്ങൾ അനുഭവിക്കുന്നത് ആർക്ക് പോകും? നിങ്ങളുടെ വീട്ടുകാർക്ക് പോകും. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഒന്നും ഈ പറയുന്ന കമ്മ്യൂണിസത്തെ കൂബയിലുള്ള ജനങ്ങൾക്ക് പോലും വേണ്ട. ലോകം കണ്ട ഒരു തീവ്രവാദം തന്നെയാണ് ഈ കമ്മ്യൂണിസം. ഈ പറഞ്ഞ നിങ്ങളുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൊന്നൊടുക്കിയത് എന്തുമാത്രം ജനങ്ങളെ പട്ടിണി ഇട്ടും അല്ലാതെയൊക്കെ ആയിട്ട് കൊന്നൊടുക്കുക എന്തുമാത്രം ജനങ്ങളെയാണ്. നിങ്ങളൊന്ന് ചരിത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് ഇയാൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ലൈഫ് കളയല്. ആവശ്യത്തിനൊക്കെ വേണം രാഷ്ട്രീയം എന്ന് വെച്ച് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയും ഇതൊന്നും പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നുമല്ല തല്ലിപ്പൊട്ടിക്കാൻ. ഇതൊക്കെ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ഇത് തല്ലിപ്പൊട്ടിക്കാൻ നിങ്ങൾക്കൊന്നും ഒരു അവകാശവും ഇല്ല, ആളുകളെ കൈകാര്യം ചെയ്യാനും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം. അല്ലാതെ പിണറായി പറഞ്ഞു ഇവർ നേതാക്കളൊക്കെ അങ്ങ് പറയും അവരുടെ മക്കളൊക്കെ അങ്ങ് വിദേശത്ത് നല്ല രീതിയിൽ പഠിച്ചു അവരെ ഇറക്കത്തില്ലല്ലോ. ഈ പിണറായിയും ഈ കണ്ട സഹാക്കൾ നേതാക്കളൊന്നും അവരുടെ മക്കളെ ഇറക്കത്തില്ലല്ലോ തല്ലാനും കൊല്ലാനും മുൻപന്തിയിൽ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി ചിന്തിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.